റജബ് 27 വരുമ്പം എന്തായാലും പറയാ, നമ്മളൊക്കെ ഒരു ഒന്നും കൊള്ളാത്തവരെ പോലെ. പ്രവാചകനെ ഇഷ്ടമില്ല, സുന്നത്തിനോടും താല്പര്യമില്ല. ഈ മുജാഹിദുകൾ, ഈ സലഫികൾ, ദജ്ജാലുകൾ ഒരു നോമ്പ് എടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം ഇപ്പം തുടങ്ങിയതാ, 2025-26 തുടങ്ങിയതാ. 14 നൂറ്റാണ്ട് മുമ്പേ റജബ് മാസം ഇല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായതിനു ശേഷം എത്ര വർഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ജീവിച്ചു? എപ്പോഴെങ്കിലും ആ പ്രവാചകൻ റജബ് 27 അന്ന് നോമ്പെടുത്തതായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? സഹാബാക്കൾ എടുത്തതായിട്ട് പറയാൻ പറ്റുമോ? താബിഈങ്ങൾ എടുത്തതായിട്ട് പറയാൻ പറ്റുമോ? മുൻഗാമികൾ ആരും ആ ദിവസം നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ റജബ് 27 നോമ്പിടുന്ന് വാശി പിടിച്ചാൽ അത് ആരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായി എന്നത് സത്യമാണ്. ചില മൗലവിമാർ അത് പറയും. ഈ സലഫികൾ ഉണ്ടല്ലോ, അള്ളാഹിന്റെ ഹബീബിന്റെ ഇസ്റാഉം മിഅ്റാജും അംഗീകരിക്കാത്ത കള്ളന്മാരാണ്. റസൂലുള്ളാഹി അങ്ങനെ ആകാശ ലോകത്തേക്ക് പോയിട്ടില്ല, അർശിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പറയുന്നവരാണ്. അല്ലട്ടോ, അത് കളവാണ്. അത് നമ്മളെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഉടമസ്ഥനായ അള്ളാഹു സമ്മാനിച്ച സമ്മാനമാണ് ഇസ്റാഉം മിഅ്റാജും. അതെപ്പോഴാ ഉണ്ടാവുന്നറിയോ? തായിഫിൽ നിന്ന് വന്നതിന് ശേഷം. തായിഫിന്റെ കഥ പറഞ്ഞ സമയം കുറെ പോവും. തായിഫിൽ നിന്ന് അനുഭവിച്ച യാതനകൾ, വേദനകൾ, മാനസിക വിഷമം, നൊമ്പരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഏറുകൊണ്ട് അവശരായി ഉതുബയുടെ ശൈബയുടെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് ബോധം കെട്ട് വീണ് പാതിരാത്രിയിൽ പ്രിയപ്പെട്ട സയ്യിദിനോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടെഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നിസ്കരിച്ച് ദുആ ചെയ്തു. ഏ അല്ലാഹ്, എന്റെ കഴിവുകേട്, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് നീ എന്നെ ആരെ ഏൽപ്പിക്കുന്ന റബ്ബേ? എന്നെ നശിപ്പിക്കുന്ന കൂട്ടുകാരെയാണോ? മനസ്സ് നൊന്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. അല്ലാഹ് മക്കത്തെത്തി വിശ്രമിക്കാൻ കിടക്കാൻ. ഇതാ വരുന്നു ജിബ്രീൽ. യാ റസൂലല്ലാഹ്, ആര് പറഞ്ഞു നിങ്ങൾ ആരും കാണുന്നില്ലെന്ന്? ആര് പറഞ്ഞു നിങ്ങൾ ആർക്കും വിലയില്ലെന്ന്? നിങ്ങളങ്ങനെ വിചാരിക്കുക? വാ പോവാ, തയ്യാറായിക്കോളിൻ, ഞാൻ വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. ബുറാക്ക് കൊണ്ടുവന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാക്കിൽ ഇരുത്തി പോയി മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഭൗതിക ശരീരത്തോടെ, ഉണർവോടെ, ഉറക്കിൽ സ്വപ്നം കണ്ടല്ല.